മാറി ചെന്ന് ഏതെങ്കിലും പെങ്കൊച്ചിന്റെ അടുത്തേക്കായിരിക്കും. മൃദുലയോട് മാത്രമേ അതാണ് സത്യം. അതല്ലെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊണ്ടു. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരോടും കാരണം 24 മണിക്കൂർ അവരോടെ തന്നെ ആണ്. ഞാൻ LKG UKG പഠിച്ചിട്ടില്ല. ആശയറി പോരാട്ടം, സ്മാർട്ട് ബോക്സ്, കാട്ടുപനി. നിങ്ങൾ ഏത് കാട്ടുജാതിക്കാര്? കാട്ടുപനി ഒന്നും ഞങ്ങൾ പറയത്തില്ല. പൊങ്ങമ്മനി, ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ചളിക്കോമഡി. എങ്ങനെയുണ്ട്? ഏത് പെങ്കൊച്ച ഇംപ്രസ് ആയേ? മോനെ ആരാന്ന് വിചാരം? സൽമാൻ ഖാനോ അതോ ഷാറൂഖ് ഖാനോ? അപ്പൊ അത് ഉള്ളതായി. ഹേ ഗായ്സ്, അപ്പോ നമ്മുടെ പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ആണ് ട്രൂത്ത് ഓർ ലൈ. ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ പരസ്പരം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത്രയും എന്തൊക്കെ അറിയാനുണ്ട്. അതെ അതെ, ഇന്നത്തെ ദിവസം നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് 2 വർഷം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം അത്ര നമ്മൾ ഞാൻ ആലോചിച്ചത് പരസ്പരം എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ചലഞ്ചാണ്. പക്ഷെ ഇത് നമ്മള് പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും കുറച്ച് മുമ്പത്തെ കാര്യങ്ങൾ, കുഞ്ഞിലത്തെ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളാണ്. ഗെയിം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ കള്ളവും പറയും സത്യവും പറയും. അതിനകത്ത് കള്ളം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ കാണും, 3 ഓപ്ഷൻസ് കാണും, 3 കാര്യങ്ങൾ പറയും. അതില് ഒരെണ്ണം തെറ്റായിരിക്കും. അതേതാന്ന് കണ്ടുപിടിക്കണം. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. അത് ചുറ്റി കുറച്ച് പറഞ്ഞ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ശരി മാഡം. ഈ ബോർഡ് എന്തിനാ? ബോർഡ് മാർക്ക് എഴുതാൻ. ഓക്കെ. ഇപ്പം ഇതിൽ ആരാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. ആരാണ് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ പ്രവീൺ എന്ന് എഴുതൂ, മൃദുല എന്ന് എഴുതൂ. പ്രവീണിന് കോളം വേണ്ട, കാരണം ഞാൻ അല്ല എനിക്ക് ഇതില് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഞാൻ ജയിക്കുമെന്ന്. ശരി. അമ്മൂടെ നല്ല ഉറക്കമാണ് കേട്ടോ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി സമയം കളയണ്ട, നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോവാം. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഓക്കെ, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതും കള്ളത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടി തെറ്റേതാന്ന് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പം തിരുത്തി പറഞ്ഞാലോ മാറ്റി പറഞ്ഞാലോ. ഓക്കെ, ഞാൻ കുഞ്ഞിലെ ഒരു പാവമായിരുന്നു. ഓപ്ഷൻ ബി, ഞാൻ കുഞ്ഞിലെ അച്ഛന്റെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ വാശിയുള്ള ഒരു കുട്ടിയായിരുന്നു. ഇതിലേതാണ് കള്ളം? എന്റെ ഒരു അറിവിൽ ഇത് 3 ശരിയാ. കള്ളം ആക്കി എടുക്കണമെങ്കിൽ ഞാൻ പിന്നെ ഇതിനകത്ത് അവക്ക് ഡൗട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞത് ശരിയല്ലെന്ന് പറയല. അപ്പൊ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ പറയല, ഞാൻ മനപ്പൂർവ്വം പോയിന്റിന് വേണ്ടി പറയുന്നത് വേണം. എവിടെ അങ്ങനെയൊക്കെ പറയും, കള്ളിയാ. വേണമെങ്കിൽ ഒന്നുകൂടി വേഗം, ഞാൻ കുഞ്ഞിലെ ഒരു പാവമായിരുന്നു. എന്റെ മുഖം നോക്കൂ. പേഴ്സിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് വാശിയുള്ള കുട്ടിയായിരുന്നു. ഇതില് തെറ്റ് ഓപ്ഷൻ സി. ഞാൻ വാശിയുള്ള കുട്ടിയായിരുന്നു. ഞാൻ അച്ഛന്റെ കുഞ്ഞിലെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് കള്ളം. ഞാൻ പൈസ ഇന്നേ വരെ 1 രൂപ പോലും വീട്ടിൽ നിന്ന് പറയാതെ എടുത്തിട്ട്. പക്ഷെ വാശി ഉണ്ടായിരുന്നു, ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വാശി കാണും, പക്ഷെ ഞാൻ ഒരുപാട് കുഞ്ഞിലേ പോയില്ല. പിന്നെ പണ്ട് ഞാൻ പാവമായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരൻ. അത് രണ്ടും സെയിം. അത് 2 സെയിം അല്ല. പാവം വേറെ, വാശി വേറെ. അത് 2 രണ്ടാണ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് ഇല്ല, 0. എനിക്കല്ലേ ഒരു പോയിന്റ്. അത് ഇടേണ്ട ആവശ്യമില്ല. ആണോ? എനിക്ക് പോയിന്റ് ഓപ്പോസിറ്റ് പറയുമ്പോ ഇട്ടാ പോരെ. നീ ചോദിച്ചു നമ്മ ഇങ്ങനെ ഒന്ന് അങ്ങനെ നോക്കാം. ഓക്കെ, നീ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ? ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. എവിടെ ഉടായിപ്പോട്ടെ, എവിടെ തോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിന് വേണ്ടി പിന്നെ ജയിക്കാൻ വേണ്ടി കളിക്കും. തോറ്റു പോകും, അങ്ങനെ കള്ളത്തരം കാണിച്ച് ചെയ്യത്തൊന്നും. എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ടൂറിന് കൂർഗിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ 3, എനിക്ക് ഡ്രോയിങ് അറിയാം. കള്ളം. 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കൂർഗിൽ നീ പോയിട്ടുണ്ടെന്നാണ് എന്റെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ഉറപ്പിച്ചെങ്കിൽ ഞാൻ പറയാം. പിന്നെന്താ പറഞ്ഞേ? വേറൊരു ഓപ്ഷൻ പറഞ്ഞേ? എനിക്ക് ഡ്രോയിങ് അറിയാം. ഡ്രോയിങ് അറിയാം. 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നുണയാ, പച്ച കള്ളം.
ഞാൻ കൂർഗ് പോയിട്ടുണ്ട്. നീ കൂർഗ് പോയിട്ടുണ്ട്? പോയിട്ടില്ല. കൂർഗ് പോയിട്ടില്ല. ബാംഗ്ലൂരൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നീ മൈസൂർ കൂർഗൊക്കെ പോയെ? 9 ദിവസത്തെ ടൂർ ഉണ്ടായിരുന്നു, പക്ഷെ കൂർഗ് പോയിട്ടില്ല. കൂർഗ് പോയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് എടുത്തത്. കാരണം എനിക്കറിയാം ഞാൻ ടൂർ പോയിട്ടുണ്ടെന്ന് അറിയാം, ബാംഗ്ലൂർ പോയിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ കൂർഗ് പോയിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ട്രോഫി ഇരിപ്പുണ്ടായിരുന്നു വീട്ടില്. എന്നിട്ട് എന്ത് അതൊക്കെ ഉണ്ട് വീട്ടിൽ ഇപ്പോഴും. ഒരു വട്ടത്തിലുള്ള ട്രോഫി. വട്ടത്തിലാ? ഇങ്ങനെ വട്ടത്തില് സ്റ്റാൻഡിലിരിക്കും ഇങ്ങനെ. മനസ്സിലായില്ലേ? ശരി ശരി, മാറങ്ങോട്ട്. മാർക്കില്ലേ? ഓക്കെ, ഞാൻ വൺ സൈഡ് ലവ് ചെയ്തിട്ടേ ഇല്ല. ഓപ്ഷൻ ബി, ക്ലാസ്സിൽ പിള്ളേരുമായി അടി കൂടുമായിരുന്നു. ഓപ്ഷൻ സി, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാത്ത പിള്ളേര് വലിയ പഠിപ്പികളായിരിക്കണം. ഏട്ടൻ അതല്ലാത്തത് കൊണ്ട് ഏട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ സി അല്ല, ക്ലാസ്സില് പിള്ളേരായിട്ട് വഴക്കിയിട്ടുണ്ട്. അടി കൂടിയിട്ടുണ്ട്. ക്ലാസ്സിന്റെ അകത്തോ അതോ കോളേജിലോ? അതൊന്നും പറയുന്നില്ല. ക്ലാസ് അതൊന്നും ഞാൻ പറയുന്നില്ല. സ്കൂള് കോളേജ്, ക്ലാസ്സിൽ പിള്ളേരുമായി അടി കൂടുമായിരുന്നു. അതിപ്പോ ഫ്രണ്ട്സ് ആകുമ്പോ അടി കൂടുമല്ലോ. പിന്നെ വൺ സൈഡ് ലവ് ഒരുപാട് ഉള്ളത് കൊണ്ട് ഏതാ ഇപ്പൊ എടുക്കാന്ന്? വൺ സൈഡ് ലവ് എന്ന് വെച്ചാ സ്നേഹിച്ചവരെല്ലാം തിരിച്ചും സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളൊരു അഹങ്കാരം ആയിരിക്കണം. അതായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നേ. ഒന്നാമത്തെ തെറ്റി. ഞാൻ ക്ലാസ്സിലെ ഒരു പിള്ളേരായിട്ട് ഇന്നേ വരെ അടി കൂടിയിട്ടില്ല ക്ലാസ്സിൽ കിടന്നു. നീ ഇപ്പൊ പ്രേമിച്ചിട്ടുണ്ടല്ലേ? പ്രേമിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. വൺ സൈഡ് ലവ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ചെയ്തിട്ടേ ഇല്ല വൺ സൈഡ് ലവ്. വൺ സൈഡ് ലവ് ചെയ്തിട്ടില്ല. ഞാൻ നോക്കുന്നവരൊക്കെ പെട്ടെന്ന് പറയാം. വൺ സൈഡ് ലവ് ചെയ്തിട്ടില്ല. വൺ സൈഡ് ലവ് ചെയ്തിട്ടില്ല പറഞ്ഞത്. എത്ര ലവ് ചെയ്തിട്ടുണ്ട്? വൺ സൈഡ് ലവ് ചെയ്തിട്ടില്ല. വൺ സൈഡ് ലവ് ചെയ്തിട്ടില്ല. വൺ സൈഡ് ലവ് ചെയ്തിട്ടില്ല. ഇതിപ്പോ അടിയാവും. ഇത് അടി കലാശിക്കും. ബാബ കടത്തി. എടാ, അടി കൂടിയിട്ടില്ലേ? ഇതാണ് അടി. പിണങ്ങി ഇരുന്നിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്. അടി കൂടിയിട്ടില്ലെന്നാണ്. എന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കണം. ഇത് ബിഗ് ബോസ് ആണ്, ശ്രദ്ധിക്കണം. അടി കൂടിയിട്ടില്ല. അടി എന്ന് വെച്ചാൽ ക്ലാസ്സിൽ കിടന്ന് തല്ല് കുടിക്കുക, അതാണ് അടി ഞാൻ കൂടിയിട്ടില്ല ക്ലാസ്സിൽ. പണ്ടത്തെ ഗ്രൂപ്പ് ഫോട്ടോ കണ്ടുണ്ട്. ഏട്ടനെ ഞാൻ തപ്പും, മാറി ചെന്ന് ഏതെങ്കിലും പെങ്കൊച്ചിന്റെ അടുത്ത് വെക്കുമായിരിക്കും. അത് ടീച്ചർമാർ അന്ന് ഹൈറ്റ് കുറവായിരുന്നു എനിക്ക്. അപ്പം ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് ഫ്രണ്ട് ചെയ്തിരുന്നു. അതിന്റെ വേദന നമ്മക്കല്ലേ അറിയൂ, നമ്മളെ ബാക്കിന്ന് കാണത്തില്ല. ഞാൻ +1 +2 +1 അല്ല, ഒരു 10 ആകുമ്പോഴേ കുറച്ചൊന്ന് ഹൈറ്റ് വെച്ചത്. ഞാൻ അതുവരെ ഭയങ്കര ഒരു ഹൈറ്റ് കുറവായിരുന്നു എനിക്ക്. ക്ലാസ് കണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റ് ഒക്കെ ഹൈറ്റ് ഇല്ലാത്ത വിഷമം പറഞ്ഞ മനസ്സിലായി. പോയിട്ടുണ്ടോ അടി കൂടാൻ? ഞാൻ അടി കൂടിയിട്ടില്ല. ഞാൻ നല്ല വെച്ചായിരുന്നു, അടി കൂടിയിട്ടില്ല. ഓക്കെ, ഞാൻ എന്നെ തന്നെ അങ്ങനെ പൊക്കി പറഞ്ഞ അടിയൊന്നും കൂടിയിട്ടില്ല. അങ്ങനെ കോളേജിൽ കിടന്ന് അടി കൂടിയിട്ടുള്ള ഞാൻ കണ്ടു. അത് പുറത്തായിരിക്കില്ലേ? ക്ലാസ്സിനകത്തായിരിക്കും. ക്ലാസ്സിനകത്തല്ല, അത് പുറത്തല്ലേ. എടാ, എന്റെ ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ, ഷാർപ്പായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ. ഓപ്ഷൻ എ, ഞാൻ ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി, എനിക്ക് ഹിന്ദിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സി, ഞാൻ NSSന് 10 ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതോടെ തന്നെ കുഴപ്പിക്കാനുള്ള ചോദ്യം. ഇതെല്ലാം എനിക്ക് ശരിയായിട്ടാ തോന്നുന്നത്. ഇവക്ക് ബുള്ളറ്റിന്റെ ഒരു ഫോട്ടോ പണ്ട് ഇൻസ്റ്റയായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഓടിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. NSSന്റെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ അത് 10 ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പിന്നെ ഹിന്ദിക്ക് ഇവള് ഹിന്ദി അത്യാവശ്യമൊക്കെ അറിയാം. എനിക്ക് ടഫാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഈസി ആക്കി കൊണ്ടുതരാൻ ചലഞ്ച്. എനിക്ക് മാർക്ക് വേണ്ടേ? NSSന് 10 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഇപ്പൊ പറഞ്ഞുതരാം. അങ്ങോട്ട് പറ, എന്നിട്ട് ഞാൻ പറയാം. നീ കുഴപ്പിക്കാൻ വേണ്ടിയാട്ടോ ചോദിക്കുന്നത്. ശരി ചോദിക്കും. കറക്റ്റ് ഞാൻ പറയാം. എനിക്ക് ഇവിടെ ഒരു വര വരയ്ക്കണം. ബുള്ളറ്റ് ഓടിച്ചെന്ന് നീ ഓടിച്ചു പോയിട്ടുണ്ടെന്നാണോ പറയാനുള്ളൂ? ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാ. ഞാൻ ക്ലാസ്സിലാണോ ക്ലാസ്സിന് പുറത്താണോ അടിയെന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ റോഡിൽ ഓടിച്ചു പോയിട്ടുണ്ടോ? ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ടോ? നുണയാത്. ബുള്ളറ്റ് ഓടിച്ചിട്ടൊന്നും പോലെ. ഇതിപ്പോ ഓടിച്ചു പോലും ഇപ്പൊ അടി ഇവിടെ നടക്കാം കേട്ടോ. റോഡിൽ കൂടെ ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് ഞാൻ പറയാനുള്ളത്? ബുള്ളറ്റ് ഓടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് 2 കാല് വിടുന്ന് വണ്ടി ഓടിക്കുന്നതിന് ബുള്ളറ്റ് ഓടി ചുമ്മാ കയറി ഇരുന്നതിനെ ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടി ഉണ്ടാക്കും. ഉറപ്പാ, സീരിയസ് അടി ഉണ്ടാക്കും. ഇപ്പം ബാക്കി 2 വിട്ടോ? ബുള്ളറ്റ് ഓടിച്ചെന്ന് പറഞ്ഞു. ശരിയാണെങ്കിൽ പാടി കിട്ടൂടാ. ഞാൻ ബുള്ളറ്റ് ഓടിച്ചിട്ടൊന്നുമില്ല. ഞാൻ കേറി 2 ഫോട്ടോ എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ എടുത്ത് പ്രവീൺ പോയിട്ട് താങ്ങാൻ പോലും അക്കൗണ്ട് തുറന്നിരിക്കുന്നു 1. അപ്പൊ എനിക്ക് 1 പോയിന്റ് ഗൈസ്, ഒറ്റ പോയിന്റ് കിട്ടിയിരിക്കുന്നു. ഞാൻ വിചാരിച്ച ഫോട്ടോ കണ്ടപ്പോ ഏട്ടാ ആദ്യം പറഞ്ഞതുപോലെ പറയുമായിരിക്കും. വീട്ടിലൊക്കെ വെച്ചേക്കുന്ന പുതിയ ടീഷർട്ട് എങ്ങനെയുണ്ട്? ഇച്ചിരി മസിലോട് ഉണ്ടായിരുന്നെ കൊള്ളായിരുന്നു. ജിമ്മിലൊക്കെ ഒന്ന് പോണം. കൊള്ളാല്ലേ ഗൈസ് ഡ്രസ്? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്തിട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. അടുത്ത ചോദിക്കാം. ഒരിക്കൽ കളഞ്ഞു പോയ മാല
ഒരാൾക്ക് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആണ്. മൃദുലയോട് മാത്രമേ ക്രഷ് തോന്നിയിട്ടുള്ളൂ. മൃദുലയോട് മാത്രമേ അതല്ലെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊണ്ടു. അതല്ലെന്ന് പറഞ്ഞ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരോടും ക്രഷ് തോന്നിയിട്ടുണ്ട്. എന്നെ വെറും ഒരു കോഴിയാകുമ്പേ ഇത് സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് അറിയാം, നീ പറയണ്ട. വാർ കിട്ടേ അതെന്താ എന്തോ ആവശ്യം നീ ഒരുപാട് ഇത് ടഫായിരിക്കും നീ കണ്ടുപിടിക്കാതെ. പിന്നെ വഴി കൂടെ പെൺപിള്ളേരെ പോയി നോക്കുന്നോളാ. ഇപ്പഴല്ല, പണ്ട്. അത് നീ അല്ലേ ചോദിക്കണേ, ഞാൻ ഞാനായിട്ട് അവക്ക് ഒരു മാർക്ക് കൊണ്ട് കൊടുത്തല്ലേ കാര്യം. ഒരാവശ്യമില്ലായിരുന്നു. കോഴിന്റെ ഞാൻ കേട്ട് അവനെ കണക്കാണില്ല അടുത്ത ക്രഷ് വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 2 വട്ടം പഠിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG പഠിച്ചിട്ടുണ്ട്. ഞാൻ മാർഗം കളി കളിച്ചിട്ടുണ്ട്. കള്ളം. മാർഗം കളി കളിച്ചിട്ടുണ്ട്. അവള് കളിച്ചിട്ടില്ല മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്ത കളി അത് അവൾക്ക് അറിയത്തില്ല. മാർഗം കളി കളിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG പഠിച്ചിട്ടില്ല. ഞാൻ മാർഗം കളി അതിനെല്ലി ആദ്യം ഹുക്ക് തന്നെ 1ാം ക്ലാസ്സിൽ 2 വട്ടം ഇരുന്നിട്ടുണ്ട്. നീ ഡാൻസ് മാർഗം കളി അതേ വേഷ മറ്റേ കുടുക്കൊക്കെ ഇട്ട് ഇങ്ങനെ ബാക്കിലൊക്കെ ഇങ്ങനെ ഇട്ട് ഇരുന്ന് കള്ളത്തരം പറയേണ്ട ആവശ്യം എന്തുവാ. ഞാൻ LKG UKG പഠിച്ചിട്ടില്ല. മാർഗം കളി കളിച്ചിട്ടുണ്ട്. ടീച്ചർമാരുടെ ഫേവറേറ്റ് ആണ്. ഓക്കെ. ക്ലാസ്സിൽ ഫുഡ് എല്ലാവർക്കും ഷെയർ ചെയ്യും. പെൺകുട്ടികളോട് ഇംപ്രസ് ചെയ്യാനുള്ള ചളി കോമഡികൾ അടിക്കും. ഇംപ്രസ് ചെയ്യാൻ ചളി കോമഡി അടിക്കും. ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇംപ്രസ് കാരണം 24 മണിക്കൂർ അവരോടെ തന്നെ ആണ്. ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് ആണോ ചോദിച്ചാൽ പഠിക്കുന്ന കാര്യത്തിലല്ല, ബോഡി ഷോ ക്ലാസ്സിൽ പോയിട്ട് ഒരു സൈലന്റ് ആയിരുന്നു. അതുകൊണ്ട് മേ ബി ഇനി ടീച്ചർമാർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ 3ാമത്തെ ഇംപ്രസ് ചെയ്യാനുള്ള ചളി കോമഡികളൊന്നും അടിച്ചിട്ടില്ല. തെറ്റി. ടീച്ചർമാരുടെ ഫേവറേറ്റ് ആണ്. ഞാൻ ആരുടെ ഫേവറേറ്റ് ഒന്നല്ല. എന്നെ കണ്ണിനെ കണ്ടുപിടാറുണ്ട്. അപ്പൊ നീ ചളിക്കോമഡിയൊക്കെ അടിച്ചിട്ടുണ്ടോ? ഒരു ചളിക്കോമഡി പറഞ്ഞു. ഇപ്പൊ പണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ചളിക്കോമഡി അടിക്കാറില്ല. സൂപ്പർ സാധനം അടിക്കാറുള്ളൂ. ആർക്കും മാർക്കില്ല. ആശീറി പോരാട്ടം നല്ല രസമുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. കാരണം അറിയാത്ത കുറച്ച് കാര്യങ്ങളിലൂടെ അറിയാൻ പറ്റും. സത്യം. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഇങ്ങനെ കളിച്ചു. അല്ലാതൊക്കെ ഇതൊക്കെ ഇരുന്ന് പറയൂ, റീലും തോണ്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഞാൻ മെയിൽ വേഷം കെട്ടി സ്റ്റേജിൽ കപ്പിൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. എനിക്ക് സ്മാൾ പോക്സ് വന്നിട്ടുണ്ട്. ഓക്കെ. സ്മാൾ പോക്സ് മറ്റേ പൊങ്ങി വരുന്ന അസുഖം. സ്മാൾ പോക്സ്. ഇത് കാട്ടുപനി. നിങ്ങൾ ഏത് കാട്ടുജാതിക്കാര്? കാട്ടുപനി ഒന്നും ഞങ്ങൾ പറയത്തില്ല. പൊങ്ങമ്മനി. മൂത്രത്തിൽ പഴുപ്പ്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ചളി കോമഡി. എങ്ങനെയുണ്ട്? ഇതിലേത് പെങ്കൊച്ചാ ഇംപ്രസ് ആയേ? ഞാൻ ഡ്രാമ ചെയ്യാൻ വേണ്ടി വേറെ സ്കൂളിൽ പോയിട്ട് ഡയലോഗ് മറന്നിട്ടുണ്ട്. സ്റ്റേജിൽ കയറിയെന്ന് ഡയലോഗ് മറന്നിട്ടുണ്ട്. നാടകം. അപ്പൊ ഒന്നുകൂടെ പറയാം. ഞാൻ മെയിൽ വേഷം കെട്ടി സ്റ്റേജിൽ കപ്പിൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ കൂടെ. പിന്നെ എനിക്ക് സ്മാൾ പോക്സ് വന്നിട്ടുണ്ട്, പൊങ്ങുമനി. 3ാമത്തെ ഞാൻ നാടകം കളിക്കാൻ വേണ്ടി വേറെ സ്കൂളിൽ പോയിട്ട് സ്റ്റേജിൽ ഡയലോഗ് മറന്നു നിന്നിട്ടുണ്ട്. അങ്ങനെ കയ്യിൽ നിന്നിട്ടൊക്കെ ഉരുട്ടി പരട്ടി എടുത്ത്. അപ്പൊ അത് ഉള്ളതായില്ലേ? പൊട്ടന്ന ലോക പൊട്ടനാണ്. അപ്പൊ ഇനി ബാക്കി 2 നോക്കിയാൽ എനിക്ക് അതിലായിരുന്നു ഒരു ഡൗട്ട്. അത് ക്ലിയർ ചെയ്തു. താങ്ക് യു. സ്മാൾ പോക്സ് വന്നിട്ടുണ്ട്. അതെ. മറ്റേത് പറയാത്തെ? മറ്റേത് ഞാൻ കപ്പിൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. മണിക്കൂലെ സോങ്ങില്ലേ അത്. അപ്പം പോയിന്നില്ല 2-1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അവിടുന്ന് ഇപ്പൊ എന്റെ തീർന്നേ 2 മാർക്ക്. അതിപ്പോ ഞാൻ പൊടിച്ചായി കൊടുക്കും, അത് വേറെ കാര്യം. ലേഡീസ് ടോയ്ലറ്റ് മാറി കയറിയിട്ടുണ്ട്. പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ലേഡീസിനെ ഇംപ്രസ് ചെയ്യാൻ 2 സൈഡ് ലവ് 1 സൈഡ് ലവ് ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താ ലാസ്റ്റ് പറഞ്ഞേ? ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ്. മോനെ ആരാന്ന് വിചാരം? സൽമാൻ ഖാനോ അതോ ഷാറൂഖ് ഖാനോ? എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, ഏത് എക്സാമിന് നിനക്ക് ഫുൾ മാർക്ക് കിട്ടി? അതല്ലേ ആൻസർ പറഞ്ഞത്. പിന്നെ ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്തതോ?
ലേഡീസ് ടോയ്ലറ്റ് മാർക്ക് കയറിയിട്ടുണ്ട്. പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഏത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ പറയാം, ഞാൻ പഠിച്ചെഴുതിയ എക്സാം അല്ല. ഞാൻ ഈ നിമിഷം എന്റെ കൂട്ടുകാരൻ നിഖിലിനെ ഞാൻ ഓർക്കുകയാണ് സുഹൃത്തുക്കളെ. അവനോട് എനിക്ക് കോൺടാക്ട് ഒന്നുമില്ല. അവൻ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ. പക്ഷെ അവന്റെ കയ്യക്ഷരം കൊള്ളത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടെ, സാധാരണ എല്ലാ പഠിക്കുന്ന പിള്ളേരുടെയും കയ്യക്ഷരം സൂപ്പർ ആയിരിക്കും. പക്ഷെ നിഖിലിന്റെ കയ്യക്ഷരം അത്ര സൂപ്പർ അല്ല. പക്ഷെ അവൻ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കും. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫിസിക്സ് എക്സാം ഭയങ്കര ടഫായിരുന്നു. ക്ലാസ്സിൽ ആർക്കും മാർക്കില്ല. പക്ഷെ പല പഠിക്കുന്ന പിള്ളേരും കാണിച്ചു തരത്തില്ല. കാരണം അവരെ കുറ്റം പറയല്ല, അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് വേറൊരാൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നീല അങ്ങനെയല്ല. ചില അത് മാലാകന്മാരെ പോലെ നമ്മൾ അടുത്തുകൊണ്ടിരുത്തുമല്ലോ. നീല അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എനിക്കും കാണിച്ചു തരുമായിരുന്നു. ഞാൻ അടുത്ത് ചെയ്യുമ്പം എനിക്ക് അവന്റെ അമ്മ അരയ്ക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കര ഇപ്പോഴും ആ ചമ്മന്തി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവന്റെ ചമ്മന്തി എടുക്കത്തോളായിരുന്നു. അളിയ നീ ഇപ്പോഴൊന്നും ഈ വീഡിയോ എപ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ അനിയൻ മെസ്സേജ് അയക്കണം. നിന്റെ നമ്പരൊക്കെ അന്നോട്ടെ കണക്ഷൻ, അതായത് 10ാം ക്ലാസ് 5 തൊട്ട് 10 വരെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൻ വേറെ പോയി, ഞാനും വേറെ പോയി. പിന്നെ ഡിഗ്രി പിന്നെ കണ്ടിട്ടുമില്ല. അവന്റെ നോക്കി ഞാൻ ഫിസിക്സിന് എഴുതി. 25-നായിരുന്നു എക്സാം. അത് ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു, അങ്ങനെ വലിയ ടെസ്റ്റ് ഒന്നും അല്ല. പക്ഷെ ആ ക്ലാസ്സിൽ വേറെ ആർക്കും ഇല്ലായിരുന്നു, എനിക്ക് അവനും മാത്രം. ഞാൻ എല്ലാം കോപ്പി അടിച്ച് എഴുതി. ടീച്ചർ തൂക്കുകയും ചെയ്ത്. കാരണം പഠിക്കാത്ത ഞാൻ പെട്ടെന്ന് 25 മാർക്ക് വാങ്ങുമ്പോ ടീച്ചർ മനസ്സിലാവുമല്ലോ. പിന്നെ മാർക്ക് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. പറയാലോ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ. അന്ന് ഫിസിക്സിന് ക്ലാസ്സിൽ വേറെ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അത്രയും മാർക്കിലായിരുന്നു. എനിക്ക് നിഖിലിന് മാത്രമായിരുന്നു 25. അല്ല, ബോർഡ് എക്സാമിനൊക്കെ ആയിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടേനെ. ഇത് ക്ലാസ് ടെസ്റ്റിന് കോപ്പി അടിച്ചിട്ട് സാർമാരും പിള്ളേരും അറിയുകയും ചെയ്ത്. അപ്പൊ ഗേൾസ് ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഈ മൂഞ്ചി കൊണ്ട് ആരെങ്കിലും വരണ്ടേ? ശരിക്കും അറിയത്തില്ല, അവര് കണ്ണുമുട്ടലായിരുന്നു. അപ്പൊ അടുത്ത് നീയാ ചോദിക്കാനുള്ളത്. ഞാൻ ശബരിമലയിൽ 3 വട്ടം പോയിട്ടുണ്ട്. എന്നെ പശു കുത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇതില് കള്ളം. പശു കുത്തിയിട്ടുണ്ട്, കള്ളം, പച്ചക്കള്ളം. ഓർപ്പിച്ചോ? ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. അത് സത്യമാ. ആരാ പറഞ്ഞ കള്ളം? ഞാൻ സമ്മതിച്ചത്. നീ ദേഷ്യപ്പെടും. ഞാൻ എന്ത് കാര്യത്തിന് ദേഷ്യം? പെട്ടെന്ന് അത് ശ്രദ്ധിച്ച് വായിക്കണം. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഞാൻ ഒരവസരം കൊടുക്കും. രണ്ടവസരം പശു കുത്തി കൊമ്പിലെടുത്തിട്ടുണ്ട്. അത് മൂഡ് സ്വിങ്സ് ഉള്ള പശു ആയിരുന്നു കേട്ടോ. അതിങ്ങനെ പ്രസവിച്ച ടൈമില് പിന്നെ പശുവിനൊക്കെ പീരീഡ്സ് ഒക്കെ ആകത്തില്ലേ. ഞാനേ ഇതങ്ങോട്ട് ചെയ്ത് അല്ല, അത് പ്രസവിച്ചിട്ട് അങ്ങോട്ട് നിന്ന സമയത്ത് അതിന് ഞാൻ മാറ്റിക്കെട്ടാൻ എന്തിനു പോയി. അതെന്നെ ഇങ്ങനെ കുത്തി. അവിടെ ഒരു മതിലുണ്ടായിരുന്നു, അതിന്റെ കൂടെ ചേർത്ത് പൊക്കി ഇങ്ങെടുത്ത് നേരെ വെള്ളിമലയിലുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുവോ? ചുമ്മാ അഭിനയിച്ചതാ. അടുത്ത ക്വസ്റ്റ്യനെ, വയലിന്ന് മാനത്തേണ്ണയെ പിടിച്ച് വറുത്ത് നിന്നിട്ടുണ്ട്. ഫ്രണ്ടിന്റെ കൈ റബ്ബർ ഷീറ്റ് മെഷീനിൽ കയറ്റി വിരൽ മുറിച്ചിട്ടുണ്ട്. സൈക്കോ രാജൻ. നിങ്ങൾ വിചാരിക്കും എന്തൊരു റൂഡെന്ന്. സ്കൂൾ സ്പോർട്സ് ഡേയിൽ ഷോർട്ട് പുട്ട് ഒരു കുട്ടിയുടെ തലയിൽ എറിഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നടാവേ, ഇവനെ കണക്കൊരു സൈക്കോ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല. ദുരന്തമേ ഉള്ളോ? ഷോർട്ട് പുട്ടാ, കാരണം അതൊക്കെ തലയിലെറിഞ്ഞ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബാധിക്കത്തില്ലേ? മാനത്തണ്ണയൊക്കെ വറുത്ത് നിന്നാണ്. പിന്നെ വേറെ എന്ത് കണ്ണിയൊക്കെ തിന്നിട്ടുണ്ടായിരിക്കും. റബ്ബർ ഷീറ്റിൽ എന്നോട് ഈ ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ട് കാറി പോയപ്പോ. അവന്റെ അമ്മ ചീത്ത വിളിച്ചത് ഇപ്പോഴും അവരുടെ അമ്മ മിണ്ടത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സ്വന്തം മോനെ റബ്ബർ ഷീറ്റിൽ കയറ്റി അപ്പം അറിഞ്ഞേ ഉള്ളൂ. പിന്നെ അതാ റബ്ബർ ഷീറ്റില് വിരൽ മുറിഞ്ഞൊന്നും പോയില്ല, വിരൽ ഇങ്ങനെ ചതഞ്ഞു. അച്ഛ അതിന്റെ റബ്ബർ ഷീറ്റിന് അച്ഛണ്ടല്ലോ, അത് ഇച്ചിരി കേറി ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഷോർട്ട് പുട്ടില്ലേ? കറക്റ്റ് ആൻസറാ, ഷോർട്ട് പുട്ട്. നിന്നെ ജയിലിൽ കൊണ്ടിട്ട് നിന്നെ. അയ്യോ, അത്രയും വേണ്ട. വീണെന്ന് പറഞ്ഞാൽ തലക്ക് അവൾ കണ്ടുപിടിച്ചത്. കാലിലാന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചത്. 2-2 ആയില്ലേ? അങ്ങോട്ട് നോക്ക്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ വൈസ് ചെയർമാൻ ആയിട്ട് ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. 2ാമത്
ഞാനൊരു സ്റ്റേജിൽ കയറി പ്രസംഗിച്ചിട്ടുണ്ട്. 3-മത്തെ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. വൈസ് ചെയർമാനായിട്ട് നിന്ന് മത്സരിച്ചിട്ടുണ്ട്. തെറ്റ്, അത് നുണയാ. ഉറപ്പിച്ചോ? ഞാനൊരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടില്ല. എടി നീ ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല? ഇല്ല, ഒറ്റയ്ക്ക് നിന്നൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. എനിക്ക് ഒന്നാമത് നാക്കുഴപ്പും വിക്ക് വരും. ചില സമയം വിക്കൊന്നും വരത്തില്ല, നാക്കുഴപ്പും. ഞാൻ പ്രസംഗിച്ചിട്ടില്ല. നമ്മള് B.Ed ഒക്കെ പഠിച്ചില്ലേ ഗൈസ്? അപ്പൊ എന്തായാലും ആ ഒരു സ്റ്റേജ് ഫിയർ മാറാതെ എന്തെങ്കിലും ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടില്ല. സീരിയസ്ലി ഞാൻ ക്ലാസ് ഒരുതരം പ്രസംഗമല്ലേ? അതിങ്ങനെ ക്ലാസ് പ്രസംഗം വന്നത് ടീച്ചിങ് ആണ്, പ്രസംഗമല്ല. നീ ചെയ്യുന്നത് പ്രസംഗമോ? ഞാൻ ചെയ്തിട്ടില്ല. മാർക്കില്ല. അല്ല, വൈസ് ചെയർമാനായിട്ട് നീ ജയിച്ചിട്ടുണ്ട്. ഞാൻ ജയിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം എവിടെ പൊക്കാൻ വേണ്ടി അതെടുത്തിട്ടോ. നിന്നെ പോലെ ഞാൻ ലവ് ഓർ അഫെയർ ഒന്നും കൊണ്ടുവരുന്നില്ലല്ലോ. ഞാൻ എന്റെ കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. അടുത്തത്, പെൺകുട്ടികളുടെ മുമ്പിൽ ഷോ കാണിച്ച് സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ട്. ആർക്കും എന്നെ പറ്റിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഇതുവരെ കള്ള് കുടിച്ചിട്ടില്ല. കള്ള് കുടിച്ചിട്ടില്ല? കുടിച്ചിട്ടില്ല. ആ, നുണ പറ. അതാണ് നുണ. ബാക്കിയുള്ളൊക്കെ അതിനുള്ള കഴിവ് സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ട്. ആ കഥ എനിക്കറിയാം. പിന്നെ എന്റെ എല്ലാ കഥ അറിയാം. പെട്ടെന്ന് പറ്റിക്കാം, പിന്നെ ഈസി ആയിട്ടൊക്കെ പറ്റിക്കാം. വേണ്ട, ഇന്നൊരു സ്പോം കോൾ വന്നതേ ഉള്ളൂ. എടുത്തിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നിട്ട് ആ കോള് വന്നപ്പോഴേ മേളിൽ സ്പാം എഴുതുന്നേട്ടാ. അല്ല, അത് ഞാൻ സത്യത്തിൽ എനിക്കത് അറിയായിരുന്നു. ഞാൻ അവന്മാരെ കുറച്ച്, എനിക്ക് ഈ സ്പാം കോള് വരുമ്പോ അവന്മാരെ കുറച്ച് ഊതാ ഇഷ്ടമാണ്. യവന്മാർ എന്തൊക്കെ വിശ്വസിച്ചിട്ട് രണ്ടാമത് അത് വിളിച്ച് ഉള്ളതാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ അവന്മാര് വീണ്ടും വിളിച്ചല്ലോ എന്നും പറഞ്ഞില്ല. നമ്മള് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ പറ്റിക്കാൻ ഈസിയാണ്, പെട്ടെന്ന് പറ്റിക്കപ്പെടും. പിന്നെ കള്ളു കുടിച്ചിട്ടില്ല, അതിനുള്ള കഴിവില്ല. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട്? കഴിവില്ലാത്തല്ല, കഴിവില്ല. ശരി, അടുത്തത് 3 ഞാനല്ലേ. എനിക്ക് റണ്ണിങ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്സിന് 94 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജനിച്ചത് പുനലൂർ ഹോസ്പിറ്റലാണ്. അമ്മ മാത്സിന് 96 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 94 എന്നാ ഞാൻ പറഞ്ഞത്, 96 ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതല്ല. അതല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? നീ പുനലൂരല്ല ജനിച്ചത്. നീ പുനലൂരല്ല. പിന്നെ എവിടാ ജനിച്ചേ? നീ ഏതോ ഉഗാണ്ടയില. നീ ജനിച്ചിട്ടേ ഇല്ല. നീ ഏതോ തൊഴുത്തിലും കണ്ട ജനിച്ച. അത്രയ്ക്ക് പട്ടിക്കാടൊന്നുമല്ല. നിന്നെ ഒരു മുത്തശ്ശി വന്ന് ഇല്ല സിനിമയിലൊക്കെ കാണുന്ന സാരിയൊക്കെ അല്ല അല്ല അല്ല. ഞാൻ ജനിച്ച എവിടാന്ന് നിനക്ക് അറിയത്തില്ലേടാ. നീ എസ്റ്റേറ്റിലല്ലേ ജനിച്ചേ? ഞാൻ എവിടെ ജനിച്ചേ? പെട്ടെന്ന് ചൂടാവത്തില്ല. ഇത് ആരും ചൂടാവും. ശരി, അപ്പൊ അതുമല്ല. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നോണേ കണ്ടാ ഇവന് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നേ. ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ പുനലൂരല്ല ജനിച്ചത്. എന്തിനു മാനിപ്പുലേഷൻ ആയിരുന്നാലും മാർക്ക് അവിടെ ഇരിക്കട്ടെ. ഞാൻ അതല്ലേ പറഞ്ഞു. നീ പുനലൂരല്ല ജനിച്ചത്. എവിടാ ജനിച്ചേ? അത് ചോദിച്ചപ്പോ നീ പട്ടിക്കൂട് പശുവാ. അല്ല, പിന്നെ എവിടാ ജനിച്ചേ? ഈ ചെങ്കോട്ടയിലാണോ? തമിഴ്നാട്. തൂത്തുക്കുടി. അറിയത്തില്ല. കുളത്തൂപ്പുഴ ഹോസ്പിറ്റലുണ്ടോ? അപ്പൊ ഇനി പോയി ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? പോയിന്റ് എന്തിനാ ആദ്യം പറഞ്ഞത്? നീ ലാസ്റ്റ് പറഞ്ഞേതാ? കൺഫേം പറഞ്ഞില്ലല്ലോ. അത് പറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് എന്റെ ഇല്ല, തീർന്നു. ഇല്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കും. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ട് പോണത്. അതുകൂടി ചോദിച്ചോ? ചോദിക്കും. ഇപ്പോ മാർക്ക് നില വന്നിരിക്കുന്നത് 2-3. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ആക്ച്വലി. ഇനി ജയിക്കാൻ ഞാൻ ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. ഒരേ ഒരു അവസരം കൂടെ. ഇതില് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ചോദിക്കും. അപ്പോ ടൈ എങ്കിലും ആവും. ശരി, ഫൈൻ. ഞാൻ സംഘഗാനം പാടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ജൂനിയേഴ്സിനെ റാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറബി പഠിച്ചിട്ടുണ്ട്. എവക്ക് ജൂനിയേഴ്സിനെ റാഗിയുള്ള ചുണയൊന്നും ഇല്ല. ഒരു മൊണ്ണയായിരുന്നു. ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ വേറൊരു ഒരു മൊണ്ണ കൊച്ചായിരുന്നു. ഇവക്ക് അങ്ങനെ അതിന് ജൂനിയേഴ്സിനെ റാഗിയുള്ള ഗട്ട്സ് ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ജൂനിയേഴ്സിനെ റാഗൊന്നും ചെയ്തിട്ടില്ല. അത് നുണയാ. കഴിഞ്ഞോ? ഞാൻ അറബി പഠിച്ചിട്ടുണ്ട്. ജൂനിയേഴ്സിനെ റാഗ് ചെയ്തിട്ടുണ്ട്. പച്ച നുണ. എവിടെ
എവള് ചോറിനും വീട്ടിൽ പോകും മൊണ്ണയായിരുന്നു. അൻസി എവളുമായിരുന്നു കൂട്ട്. എവിടെ എനിക്കറിയാം, എവള് അങ്ങനെയുള്ള ചുണയൊന്നും ഇല്ലാത്തോളായിരുന്നു. എടേ നിങ്ങളെ റാഗ് എന്ന് പറഞ്ഞാ പോയി എന്താ ബ്ലേഡ് വെച്ച് നാക്കിലൊരിക്കൽ അങ്ങനൊന്നും അല്ല. ബ്ലേഡ് വെച്ച് അങ്ങനെ അങ്ങനത്തെ ക്രൂര റാഗിങ് എന്നല്ല. മീൻസ് പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ മീൻസ് റാഗിങ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇത് റാഗ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ ക്യൂട്ടാണോ ബിഗ് ആണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ റാഗ് ചെയ്തിട്ടുണ്ട്. അറബി പഠിച്ചിട്ടില്ല. ഞാൻ അറബി പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഇതൊരു അറബി വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? തോക്കുമ്പോഴേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നല്ല ചലഞ്ച് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി വേണമായിരുന്നു തോന്നുന്നു. എനിക്കും തോന്നുന്നു പെട്ടെന്ന് ക്വസ്റ്റ്യൻ തീർന്ന പോലെ. നമുക്ക് ഇതിന്റെ പാർട്ട് 2 ഒരിക്കൽ ഇനി ചെയ്യാൻ കേട്ടോ എപ്പോഴെങ്കിലും. അപ്പൊ എന്തായാലും മൃദുല ഒരു പോയിന്റിന് മൃദുല വിൻ ചെയ്തിരിക്കുന്നു. 3 പോയിന്റ് 2 പോയിന്റ്. സോ ഹാപ്പി, കൺഗ്രാറ്റുലേഷൻ. ഇനി ഒരു ചലഞ്ചിലും ജയിക്കോ? ഞാൻ കുറെ ആയിട്ട് തോക്കുന്നു. തോറ്റു അല്ല, ഇത് ജസ്റ്റ് മിസ്സാണ്. ജസ്റ്റ് മിസ്സാണ്. ഇത് ഞാൻ ജയിച്ചു തന്നെയാണ്. ലാസ്റ്റ് വന്നിട്ട് അവള് ജയിച്ചാണ്. അപ്പൊ നല്ല ചാൻസ് ആയിരുന്നില്ല? രസം ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. എനിക്ക് ഇനിയും പറയാനായിട്ട് തോന്നുന്നത് ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളായിരുന്നു. എന്നെക്കാൾ ആദ്യം ഒരുങ്ങിയിരുന്ന ഏട്ടനാ ഞാനാ. പക്ഷേ ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളത്. കുറച്ചല്ല 6 എണ്ണം എഴുതിയിട്ടുണ്ടെന്ന്. ഇതിപ്പോ മൊത്തത്തിൽ 7 റൗണ്ട്. പിന്നെ ഒന്ന് ഞാൻ അഡീഷണൽ ഇട്ടാണ്. അപ്പൊ ഇത് അത്രയുള്ള ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളെ പാർട്ട്ണറായിട്ട് ഇത് കളിച്ചു നോക്കാൻ നല്ല രസമാണ്. അടിയിൽ കലാശിക്കരുത്. ഓക്കെ, നമ്മളെ പോലെ ഇത് കഴിഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബ്ലൂം പറയേണ്ട ആളെ എടുത്തു തരാം. എന്റെ ബ്ലൂമിനൊന്നും ഒരു വിലയും എന്റെ ബ്ലൂം പറയേണ്ട ആള് പാടി. ഒരു മിനിറ്റ്. എന്റെ ബ്ലൂം 20 ചോദിച്ചോ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അച്ഛനമ്മയുടെ ചലഞ്ച് ഒക്കെ? സൂപ്പർ ആയിരുന്നു. ചിരിക്കാനല്ലോ നടന്നേന്ന്. അവനിപ്പം നല്ല അറിയാറായി. നമ്മള് ഒരുങ്ങിയാലും എവിടെയാലും പോവാൻ നിന്നാലും എല്ലാം അറിയാം. ഇപ്പൊ കുറച്ച് അറിയാറായപ്പോ കുറച്ച് നിർബന്ധങ്ങൾ കൂടി. ഉറങ്ങുമായിരുന്നേ, ഞാൻ ഇടയ്ക്കൊന്ന് പോയേ, എന്നെ വിട്ടില്ല. ഇതിലാ കണ്ണ് അപ്പൊ അത്രയുള്ള ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ ജനിച്ച എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ ജനിച്ചത്